ഇപ്പം ചേച്ചിക്ക് ഇപ്പം ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ കുക്കിംഗ് കോൺടെസ്റ്റിന് പോകുമ്പോൾ പ്രൈസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അല്ലേ ചേച്ചി? നമ്മൾ ചെയ്ത ഒരു കാര്യം, അതായത് നമ്മൾ സ്കൂളിലൊന്നും മെഡലൊക്കെ മേടിച്ചിട്ട് വരുന്ന പോലെ അല്ലേ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ കുക്കിംഗ് ഒരു അതിലും പിന്നെ മനസ്സിന് സന്തോഷം തരുന്നത് എന്താ വെച്ചാൽ നമുക്ക് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ അതൊരു അഭിനന്ദിക്കണ്ടല്ലോ. സത്യം. നമ്മളിത് വാങ്ങിച്ചു വരുമ്പോൾ നമുക്കൊന്നും തോന്നില്ല, കാരണം നമുക്ക് സ്ഥിരമായിട്ട് ഇപ്പം തന്നെയല്ല പരിപാടി, അപ്പം ആരും ഒന്നും തോന്നില്ല. പക്ഷെ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അത് ഫാമിലി ആയാലും ഫ്രണ്ട്സുകളായാലും ഒക്കെ നമുക്ക് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര മനസ്സിന് അതേപോലെ തന്നെ എനിക്ക് ഞാനൊരു സ്നാക്സോ എന്ത് ഐറ്റംസ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഫസ്റ്റ് കസ്റ്റമർ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ റിവ്യൂ ഇല്ലേ അത് കിട്ടണത് അത് സത്യമാട്ടോ. ഒരു സാധനം ഉണ്ടാക്കിയാൽ പോലും ആരായാലും നമ്മുടെ ഭർത്താവായാലും മക്കളായാലും ഒരു വാക്ക് അയച്ചിട്ട് നല്ലതാന്ന് പറയുന്നതിന് ഒരു ടെൻഷൻ ഇല്ലേ? അൽഹംദുലില്ലാ, പടച്ചോന്റെ കൃപ കൊണ്ട് അത് അനുഗ്രഹം കൊണ്ടായിരിക്കും. ഞാൻ എങ്ങനെ എന്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും അതിനൊരു ടേസ്റ്റ് അനുഗ്രഹമാണ്. അത് അനുഗ്രഹിച്ചതും പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മയുടെ കൈപ്പുണ്യം, അത് രണ്ടും കൂടെ എനിക്ക് കിട്ടിയ കാരണമായിരിക്കും സത്യം ഞാനിപ്പോ ഈ നിലയിൽ എത്തിയിട്ടുണ്ടാവും. അതാ ഒരിക്കലും അല്ലാന്ന് പറയല്ലേ. ഈ പറഞ്ഞാലേ ചേച്ചിക്ക് ഇൻഷാല്ലാ ദൈവം തമ്പുരാൻ എല്ലാവർക്കും കൊടുക്കണമെന്നില്ലല്ലേ. ഈ പറഞ്ഞാലേ ഞാൻ പറയില്ല, എനിക്ക് തമ്പുരാൻ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്. ഞാൻ ചായ കുടിക്കില്ല, ഞാൻ പാൽ ചായ കുടിക്കില്ല. പക്ഷെ ഞാൻ എന്റെ അക്കാക്ക് ഉണ്ടാക്കി കൊടുത്ത ചായ അക്കാക്ക് ഞാൻ തന്നെ ഉണ്ടാക്കണം. എന്നെ ചേർക്കുന്ന ഒന്നുമില്ല. അതല്ല, അത് നമ്മൾ സന്തോഷത്തോടെ ഒരു ഗ്ലാസ് വെള്ളം, അര ഗ്ലാസ് പാല്, അതങ്ങനെ സ്റ്റൗമിൽ വെക്കും. അതിന് ഇട്ട് വെക്കുന്ന ഡപ്പയില് ഒരു സ്പൂണ് പഞ്ചസാര, ഒരു സ്പൂണ് ചായപ്പൊടി, അതിന്റെ കൂടെ കുറച്ച് സ്നേഹം, അതിട്ട് അത് ഒരു 2 മിനിറ്റ് തിളപ്പിച്ച് അരിച്ചു കൊടുക്കും. അതിൽ മധുരം ഉണ്ടോന്നോ പൊടി ഉണ്ടോന്നൊന്നും ഞാൻ നോക്കാറില്ല. പക്ഷെ ഇക്കാക്ക് ആ ചായ വേണം, എത്ര പുറത്തുനിന്ന് കുടിച്ചാലും. ഇതുപോലൊക്കെ ചേച്ചി ഞങ്ങൾ ഇടുന്നത്, പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, അനുഗ്രഹം. സത്യം. പിന്നെ ചേച്ചി ചേട്ടൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ചേച്ചിന്റെ ഈ ഒരു കാര്യത്തില്? ചേട്ടന് സപ്പോർട്ട് ചെയ്യാൻ ചിലക്ക് ഭക്ഷണം ഫുഡ് നന്നായിട്ട് കഴിക്കും പോലെയാണ്, നല്ല രുചിയുള്ള ഭക്ഷണം വേണം. ഇക്ക നന്നായിട്ട് ഇത് ചെയ്യും, കുക്ക് ചെയ്യും നന്നായിട്ട്. കട കറിയൊക്കെയാണ് ഇവർക്ക് ഇഷ്ടം. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ അമ്മായിയമ്മ മദറിൻലോ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന. ഉമ്മാടെ സ്പെഷ്യൽ 2-3 കറികളുണ്ട്. അതായത് മീൻകറി മുളക് ഇടുന്നത്, പിന്നെ നമ്മള് വീട്ടിലുണ്ടാവുന്ന മുളകില്ലേ, ചീനമുളക് അല്ലാത്ത മറ്റേ കടലാസ് മുളകിന്റെ വേറെ വെർഷനൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, വൈറ്റും ഒക്കെ. കാന്താരി ഒരു കടലാസ് മുളക് തന്നെയാ വൈറ്റ് കളറിൽ വരുന്നത്. അതിപ്പോ ഒരു പച്ച കളർ ഇതേപോലെ കളറിലൊക്കെ വരുന്നുണ്ടല്ലോ, അങ്ങനത്തെ മുളക് കറി വെക്കുക. പിന്നെ ആടിന്റെ തലല്ലേ, ബ്രെയിനും ഒക്കെ കൂടെ കുരുമുളക് നല്ല ചീരകം വെച്ചിട്ട് ഒരു കറി ഉണ്ട് ഉമ്മടത്. അത് സ്പെഷ്യൽ, ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ ചേച്ചിയുടെ ഫാമിലിയിൽ ചേച്ചിയാണ് ഏറ്റവും നല്ല കുക്ക്? എല്ലാരും ഫംഗ്ഷൻ വരുമ്പോ ചേച്ചിക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്? വെച്ചാല് അവര് പറയും മാമി വെച്ചാൽ മതി എന്നുള്ള. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥിരം ഞാൻ വരുന്ന കാലത്ത് തന്നെ ഞങ്ങൾക്കൊരു താത്ത ഉണ്ടായിരുന്നു, ഉമ്മക്ക് ചെയ്യാനുള്ള ഒരു താത്തണ്ടായിരുന്നു. ആ താത്ത നന്നായിട്ട്, ആ താത്താക്കി പറഞ്ഞ പോലെ പഠിച്ചോൻ്റെ ഒരു അനുഗ്രഹമുള്ള കാരണം വെച്ചാൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാലും നന്നായിട്ട് അത് ഞാനിങ്ങനെ മെല്ലെ ഇങ്ങോട്ട് കണ്ടുപിടിച്ച്. അപ്പം അവർക്ക് പ്രായമായി ചെയ്യുന്നുണ്ട് ഇപ്പോഴും, ഞാൻ വിളിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അത് മെല്ലെ ഞാനിങ്ങോട്ട് വാങ്ങിച്ച് ചെയ്തു തുടങ്ങി. അപ്പൊ ഈ കോൺടെസ്റ്റ് തുടങ്ങാൻ അമ്മ എന്നെ വിളിച്ചു, ഉമ്മ വരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എന്തൊക്കെയായിരുന്നു ഉമ്മയ്ക്ക്? ഇമ്മ പ്രിപ്പയർ ചെയ്ത് വെച്ചാല് ഞാൻ അങ്ങനെ ആ ഒരു ഏരിയയിലേക്ക് പോയിട്ടില്ല. അങ്ങനല്ല, ഉമ്മക്ക് ഉമ്മ ഒറ്റക്ക് ചെയ്യണത് ഇഷ്ടം. എനിക്ക് ഒരാള് കൂടെ വന്നിട്ട് ചെയ്യാ അല്ലെങ്കിൽ അത് ചെയ്തെന്ന് പറയണത് കോൺസെൻട്രേഷൻ ടെൻഷനല്ല, എനിക്കൊരു ചില കൈയളവ് പോകുന്നില്ല. നമുക്ക് നമ്മുടേതായ രീതിയിലാണ് ചെയ്തു വെച്ച ഒരു സംതൃപ്തിയാണ്. അത് മറ്റൊരാൾ വന്നിട്ട് അതില് ശരിയായില്ല, അതുണ്ടായോ അതിലെന്തെങ്കിലും വെച്ചിട്ടുണ്ട്, അതിൽ വെച്ച് അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ. നമ്മൾ ചെയ്താലിപ്പോ ഉദാഹരണത്തിന് അന്ന് നമ്മൾ കോമ്പറ്റീഷൻ അവിടെ വന്ന സമയത്ത് അമ്മയും മോളൊന്നല്ലേ കോമ്പോ, അതിൽ അവള് എന്നോട് ഉള്ളി അരിയട്ടമ്മ, അതരിയട്ടമ്മ, ഇതരിയട്ടമ്മ അവള് ചെയ്യുന്നുണ്ടെങ്കിൽ, പക്ഷെ അവൾക്ക് ബിരിയാണിയുടെ എന്തൊക്കെയാന്നുള്ള അവർക്ക് അറിയില്ലല്ലോ. അവൾ എന്നോട് ഓൾറെഡി ചോദിക്കണ്ടല്ലോ അതും അത് ചെയ്യട്ടെ. പക്ഷെ എനിക്ക് ഈ ബിരിയാണിയിൽ ഇത് വരുന്ന കാരണം എനിക്ക് അവൾക്കൊന്നും പറഞ്ഞു കൊടുക്കാനും പറ്റണില്ല, അവൾക്കാണെങ്കിലും അത് ചെയ്യാതെ വെറുതെ നിൽക്കാനും പറ്റണില്ല. ഇപ്പൊ ചേച്ചി ഉമ്മയുടെ എല്ലാം പഠിച്ചതുപോലെ ഇവര് 3 പേരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ചേച്ചിയുടെ ആ ഒരു കൈപുണ്യം? അതിപ്പോ ഇവള് തന്നെയാണ് ഇപ്പൊ അധികം ചെയ്യണം. മറ്റാള് പിന്നെ കല്യാണം പോയി അവരുടേതായ ഫാമിലി ആയി.